ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഡിസംബർ 25 ക്രിസ്മസിൻ്റെ അന്ന് എടുക്കുന്ന വീഡിയോ ആണ്. ഞാനും പിന്നെ കുക്കും പപ്പയും പിന്നെ ആൻറ്റിയും പൗത്രേട്ടൻ പിള്ളേരൊക്കെ കൂടി ആൻറ്റീൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ള കുറച്ച് വീഡിയോസാണ് എടുക്കുന്നത്. അപ്പോൾ വണ്ടി ഓടിക്കുന്നത് എൻ്റെ ഒരു ആങ്ങളെയാണ്. അവനങ്ങനെയൊന്നും കാണാൻ കിട്ടില്ല. ആണ്ടിലും സംക്രാന്തിക്കൊക്കെ അവനെ കാണാൻ കിട്ടുള്ളൂ. അവന് നല്ല തിരക്കുള്ള ഒരാളാണ്. അത് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പോയി തിരിച്ച് വരുമ്പോഴാണ് എൻ്റെ വീട്ടിലേക്ക് പോകാമെന്നുള്ള ഒരു ധാരണയിലായിരുന്നു ഇരുന്നത്. പക്ഷേ അവന് പോകേണ്ടതുകൊണ്ട് തന്നെ അവൻ എറണാകുളത്ത് പെട്ടെന്ന് തന്നെ എത്തേണ്ടതുകൊണ്ട് അവന് പിന്നെ തിരിച്ച് വരുമ്പോൾ ഇതിലെ വരുമ്പോൾ കുറച്ച് വൈകുന്നത് കൊണ്ട് തന്നെ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അവരെന്നോട് പറഞ്ഞു, എന്നാൽ പിന്നെ അവരല്ല ഇവിടുത്തെ പപ്പയും അമ്മയും പറഞ്ഞു ഇവരുടെ കൂടെ പോയിക്കോ, അവൻ്റെ സമയം വൈകണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പിന്നെ അവരുടെ കൂടെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയോ വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അതാണ് പപ്പ. അതിൻ്റെ അപ്പുറത്ത് ആൻറ്റി ഇരിപ്പുണ്ട്. പിന്നെ തൊട്ടിപ്പുറത്ത് പൗത്രേട്ടൻ റോസ് ഷർട്ട് ഇട്ടതാണ് പൗത്രേട്ടൻ. പിന്നെ കുഞ്ഞൂസ് വന്നിട്ടില്ല, ലച്ചൂസും അല്ലൂസുമാണ് കൂടെയുള്ളത്. കുഞ്ഞൂസ് വരാൻ എന്താണെന്ന് വെച്ചാൽ അവൾക്ക് തൊട്ട് പിറ്റേ ദിവസം കല്യാണം, അവൾ കല്യാണത്തിന് പോവുക, വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ നമ്മൾ പോയത്. പിന്നെ ആൻറ്റീൻ്റെ വീട് എവിടെയാണെന്ന് വെച്ചാൽ വയനാട് ഇരുളം എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. പുൽപ്പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് പോകണം. പുൽപ്പള്ളി എത്ര അതോ പുൽപ്പള്ളി കഴിഞ്ഞ് അങ്ങനെ എങ്ങാണ്ടാണ്. അപ്പോൾ ആൻറ്റീൻ്റെ അമ്മേൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് അപ്പോൾ ഇന്ന്. അപ്പോൾ അവിടെ പോയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വരുന്നത്. നമ്മൾ മാപ്പൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ എങ്കിൽ ചില സ്ഥലത്തൊക്കെ നമ്മൾ വഴി തെറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ലായിരുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചും പിന്നെ അവൻ ഇത് നോക്കിയൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സമയം നോക്കുമ്പോൾ 10 മിനിറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ 10ഒന്നുമല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും വരുമ്പോൾ സമയം പോകുന്നുണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ആൻറ്റീൻ്റെ എന്ന് പറഞ്ഞാൽ ആൻറ്റീൻ്റെ അനിയത്തീൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഫോറസ്റ്റ് പോലത്തെ ഇതാണ്, ഒരു കാടിൻ്റെ ഉള്ളിലായിട്ടാണ് ആൻറ്റീൻ്റെ വീട് വരുന്നത് കേട്ടോ. ആൻറ്റീൻ്റെ എന്ന് പറഞ്ഞാൽ ആൻറ്റീൻ്റെ അനിയത്തീൻ്റെ വീട് വരുന്നത്. അതാണ് എൻ്റെ സ്വന്തം ഒരു ആങ്ങള കുക്കു. അപ്പം ഇതെവിടെ എത്തിയെന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് വഴിയും കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇതെനിക്കൊന്ന് ഇരുളം തന്നെയാണെന്ന് തോന്നുന്നു എത്തിയത്. ഇരുളത്തുനിന്ന് കുറച്ചപ്പുറത്തേക്ക് പോകണമെന്ന് തോന്നുന്നു. കണ്ടോ, ഇവിടുന്ന് നമ്മൾ കുറച്ചങ്ങ് എത്തിക്കഴിയുമ്പോൾ വഴി തെറ്റും, നമ്മൾ വേറെ സ്ഥലത്തേക്ക് തിരിയും. അങ്ങനെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് ഇരുളം തന്നെയാണെന്ന് തോന്നലേ ഉള്ളൂ. കാരണം നമ്മളിവിടെ ഇതിനു മുന്നേ വന്നിട്ടില്ലല്ലോ. നമ്മൾ ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നതൊക്കെ, ആൻറ്റിൻ്റെ വീട്ടിൽ വരുന്നതൊക്കെ ആദ്യമായിട്ടാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെയൊന്നും അറിയത്തില്ല. അങ്ങനെ കുക്കുവിൻ്റെ ഫോൺ ഞാൻ മേടിച്ച് കൈ പിടിച്ചു കേട്ടോ. അവൻ്റെ ഫോണിലാണ് പിന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ആൻറ്റീൻ്റെ വീട് എത്താനായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അല്ലൂസിൻ്റെ ഒക്കെ ഒരു ഉറക്കം കഴിഞ്ഞ് അല്ലുവിനെ കുക്കു എടുത്ത് മടിയിലിരുത്തിയിട്ടുണ്ട്. ആൻറ്റീൻ്റെ വീട്ടിലേക്ക് തിരിയുന്ന ഏകദേശം വഴി എത്തിയിട്ടുണ്ട്. അത് ആൻറ്റിയാണ്. അത് ഷൈബി ആൻറ്റി, പപ്പ, പിന്നെ പൗത്രേട്ടൻ അവിടെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയൊക്കെയാണ്. ടിക്കറ്റിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ ആൻറ്റി പറയുന്നുണ്ട് ഇവിടെയുള്ളവരൊക്കെ ഇസ്രയേലിൽ, ഈ 2 നില വീടുള്ളവരൊക്കെ ഇസ്രയേലിലൊക്കെ പോയിട്ട് അവിടുന്ന് പൈസയ്ക്കായിട്ട് അങ്ങനെ വീടുണ്ടാക്കി തരാമെന്ന് കേട്ടോ. പിന്നെ ഇതാണ് ആൻറ്റീൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ആൻറ്റീൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി. അതും ഒരു ആൻറ്റി തന്നെയാണ്. ആ ആൻറ്റീൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പം നമ്മളിത് ഏകദേശം എത്തിയിട്ടുണ്ട്. പിന്നെ കുക്കു കൊച്ചിനെ മടിയിലിരുത്തി എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ അധികം വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കുക്കു കൊച്ചിനെ മടിയിലിരുത്തി. അവളുടെ കയ്യിൽ ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു, അവൻ അതൊക്കെ മേടിച്ച് കഴിക്കുന്നുണ്ട്. അവൾക്കൊരു എന്താ പറയുക, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് കൊണ്ട് തന്നെ ഭയങ്കര ഒരു ചിറാപ്പല്ല, വഴക്കല്ല, അല്ലാണ്ട് തന്നെ ഒരു മൂഡ് ഓഫ് ആയിരുന്നു. പിന്നെ അങ്ങനെയാണ് അവൻ മടിയിൽ കയറ്റിയിരുത്തുകയൊക്കെ ചെയ്തത്. പിന്നെ ഇങ്ങനെ ഈ ഫോൺ ഇങ്ങനെ ഇളകി കളിക്കുന്നത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചെറിയ കട്ടർ പോലെയാണ്. അപ്പോൾ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോഴാണ് ഈ ഫോണ് ഇളകി കളിക്കുന്നത് കേട്ടോ. ഇതുണ്ടോ, ഒരു ഫോറസ്റ്റ് പോലെയാണ് ഫുൾ ഇതൊക്കെ ആയിട്ട്. അവിടെയാണ് ആൻറ്റീൻ്റെയൊക്കെ വീട്. ഞാനവിടെ സത്യം പറഞ്ഞാൽ 1-2 വീഡിയോ ആൻറ്റീൻ്റെ വീടും തൊട്ടപ്പുറത്തൊരു വീഡിയോ കണ്ടിട്ടുള്ളൂ. വേറെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം. അങ്ങനെയാണ്. ഏകദേശം അവിടെ ഒരു കാറ് കിടപ്പില്ലേ, അവിടം വരെ എത്തണം എന്ന് തോന്നുന്നു. വേണ്ടെന്ന് തോന്നുന്നു. വേണ്ട, അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് അതാണ് ആ കാണുന്നതാണ് ആൻറ്റീൻ്റെ വീട്. അപ്പം കേക്ക് ഒരു കൊച്ചിൻ്റെ കൈ കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ വീഡിയോ എടുക്കുകയാണ്. അവൻ്റെ വണ്ടി അതാട്ടോ കിടക്കുന്നത്. അവനിപ്പോൾ എടുത്ത വണ്ടിയാണ്. അതാണ് കുക്കുവിൻ്റെ വണ്ടി കിടക്കുന്നത്. പൗത്രേട്ടൻ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. പപ്പ പോകുന്നു. ആൻറ്റിയും കുലച്ചും പപ്പയും എല്ലാം പോകുന്നുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് ആൻറ്റീൻ്റെ അനിയത്തീൻ്റെ വീട്. ആൻറ്റീൻ്റെ വീട് വേറെയാണ്. അപ്പം നമ്മൾ അതങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് ഞങ്ങൾ ഇവിടുന്ന് തന്നെ വേറെ പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ ചെന്ന ഉടനെ കേക്ക് മുറിക്കുകയാണ് ചെയ്തത്. കാരണം ഇവിടെ ഫ്രിഡ്ജും ഇല്ല. അത് തന്നെയല്ല, ഫ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വേഗം കേക്ക് മുറിച്ചില്ലെങ്കിൽ നാശമാവുകയും ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ എന്തായാലും കേക്ക് മുറിച്ചിട്ട് വരാവേ. അങ്ങനെ കേക്ക് മുറി കഴിഞ്ഞിട്ട് ആൻറ്റി ഒരു കിണറ്റിൽ നിറച്ച് വെള്ളമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണേ. വലിയ കിണറാ, ചെറുതാ. വീണാല് ഇവിടെ നിന്നാളാനോ ഇവിടെ. ഇതെന്താ ഈ പാലം അങ്ങോട്ടേക്ക്? പാത്രങ്ങൾ പൊട്ടിക്കല്ല, അതൊക്കെ എന്തോ പൊട്ടിക്കല്ല. കാര്യം എന്നിട്ട് നിങ്ങൾ വീഴുമെന്ന് അറിഞ്ഞിട്ട് എനിക്ക് കാര്യം. ആ എന്റെ പൊന്നു പൗത്രേട്ടാ, നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പൊ വീഴുവാണെങ്കിൽ ഞാൻ വൈറലാവും, ഉറപ്പ്, സത്യോ. അന്നാ സ്കൂട്ടിയിൽ നിന്ന് വീണപ്പോ വൈറലാകാൻ വേണ്ടി പിടിക്കാൻ പറഞ്ഞിട്ട് അന്ന് പിടിച്ചില്ലാന്ന്. എന്നിട്ടോ വീഡിയോ ആക്കുകയും ചെയ്യാം. വേറെ ഡ്രസ്സില്ല, ഈ ഒരെണ്ണേ ഉള്ളൂ. അയ്യോ, വയനാടൻ മാക്രീസ്. എല്ലാരും ഉണ്ടാവും. അവളുടെ അല്ല, മറ്റവളുടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ചോറ്, മോര്, സലാസ്, ചിക്കന്, ബീഫ്, തോരൻ, മീൻ, പപ്പടം, ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ ഫുഡിന് ഉണ്ടായിരുന്നത്. ചെരുപ്പ് വണ്ടിക്കകത്തല്ലേ. അപ്പം നമ്മൾ പറഞ്ഞു കേട്ടോ, ആദ്യം പറഞ്ഞിട്ട് തന്നെ ആൻറ്റീൻ്റെ വീട്ടിൽ പോവാണേ. നമ്മളെല്ലാവരും കൂടിയാണ് പോകുന്നത്. ആൻറ്റി വന്നിട്ടില്ല, നമുക്ക് ഇതിൻ്റെ ഉള്ള ആൻറ്റീനിക്കും കൂടെ വരാനുള്ള സ്ഥലമില്ല. അപ്പോൾ ഒരു ആൻറ്റീൻ്റെ ചാച്ചനുണ്ടായിരുന്നു കേട്ടോ കൂടെ. അപ്പോൾ ഇതാണ് ആൻറ്റീൻ്റെ വീട് വന്നിട്ട്. ആൻറ്റീൻ്റെ സ്വന്തം വീട് ഇതാണ് കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് കാപ്പിയൊക്കെയാന്ന് തോന്നുന്നു. പിന്നെ ലച്ചുവിന് വണ്ടീൻ്റെ മുകളിൽ കയറണം എന്ന് പറഞ്ഞപ്പം അവൻ വണ്ടീൻ്റെ മുകളിൽ കയറ്റി ഇരുത്തി കൊടുത്തിരിക്കുകയാണ് കുക്കു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെന്തെടുത്തു ഒന്ന് ഉള്ളിലൊക്കെ കയറി പിന്നെ പെട്ടെന്ന് തന്നെ പോകുന്നു. അവന് പോകേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ അധികം ഒന്നും നിന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ നിന്നിട്ടില്ല എന്ന് വെച്ചാൽ ചേട്ടാൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നിട്ടില്ല, അതേപോലെ തന്നെ ആൻറ്റീൻ്റെ വീട്ടിൽ നിന്നിട്ടില്ല. എല്ലായിടത്തുനിന്നും ഇച്ചിരിയെങ്കിലും ആൻറ്റീൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ വീട്ടിൽ അത്രയും പോലും നിന്നില്ല. അതുപോലുള്ള സമയമില്ല. അവന് വേഗം പോകണം, അവിടുന്ന് വിളിച്ചുകൊണ്ടേ ഇരിപ്പുള്ളതുകൊണ്ട് വേഗം പോകണമായിരുന്നു കേട്ടോ. സ്കൂൾ തുറക്കുമല്ലേ അമ്മച്ചി കൊണ്ടേനെ, ആരും കാണുന്നില്ല. നമുക്ക് പോവാം, കൊണ്ടാട്ടോ. അപ്പോൾ അവിടുന്ന് ആൻറ്റീൻ്റെ വീട്ടിൽ നിന്ന് വന്ന പാട് തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് അവരുടെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതാട്ടോ നമ്മളെടുത്ത ഫോട്ടോസൊക്കെ, എല്ലാവരും കൂടെ നിന്നിട്ട് എടുത്ത ഫോട്ടോസ്. ഇത്രയും പേരുണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഒരു ചാച്ചനോട് ഉണ്ടായിരുന്നു, ചാച്ചൻ പക്ഷേ നേരത്തെ വീട്ടിൽ പോയായിരുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആൻറ്റിമാരും അങ്കിളുമാരും പിന്നെ അതേപോലെ തന്നെ അനിയന്മാരും അനിയത്തിമാരും മക്കളും ഒക്കെ നല്ലതായിരുന്നു കേട്ടോ. എനിക്ക് എല്ലാവരെയും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എന്തുകൊണ്ടെടുത്തു, നേരെ
തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ബാക്കിലായിരുന്നു ഞാനിരുന്നത്, ആൻറ്റി മുന്നിലിരുന്ന്, എന്നാലേ പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചെല്ലുമ്പോഴേക്ക് നടുവേദനയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ബേക്ക് കയറ്റിയിരുത്തി. പക്ഷെ നമ്മുടെ ബേക്കിലത്തെ ഇതിന് ഡോറും ഇല്ല ഗ്ലാസ്സും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ വരികയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കുറേ അങ്ങ് എത്തിക്കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി അവൻ ഉറക്കം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റൂല ബാക്കിലിരിക്കാൻ, ഞാൻ മുന്നിലിരിക്കുള്ളൂ. അങ്ങനെ ആൻറ്റി ബാക്കോട്ട് പോയിട്ട് ഞാൻ മുന്നിലിരുന്നു. എനിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കോഫി കുടിച്ചു, പിന്നെ ജ്യൂസ്, പിന്നെ ഷവർമ, അങ്ങനെ ഓരോരുത്തർ കഴിച്ചു. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാനുണ്ടായിരുന്നത്. എനിക്ക് അത്രയ്ക്കും വയ്യായിരുന്നു, അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് തന്നെ ബുദ്ധിമുട്ടായിരുന്നു. അത്രയും എന്താ പറയുക, ഛർദ്ദിക്കാൻ വരെയും ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ തിരിച്ച് നമ്മൾ മാനന്തവാടി അങ്ങനെ താഴേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ കാണാൻ വേണ്ടി നല്ല വ്യൂ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അടുത്തൊരു എന്തായിരുന്നു ഒരു ഭാഗമായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങനെ ഇതുവഴി അങ്ങനെ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് അധികം പോകാറില്ല, ഇടയ്ക്കെങ്ങാനൊക്കെ പോകാറുള്ളൂ. ഇപ്പം എന്ന് പറഞ്ഞാൽ തീരെ പോകാറില്ല. ഇപ്പം നമ്മൾ ഇവിടുന്ന് എവിടെയാ പനമരം, 4 മൈൽ അങ്ങനെ ചുറ്റിയാട്ടോ പോകാറ്. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ നേരെ എവിടെ എത്തിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചുരം എത്തിയിട്ടുണ്ട്. ഏകദേശം ചുരം എത്തിയിട്ടുണ്ട്. അപ്പോഴും തന്നെ എനിക്ക് തോന്നുന്നു ഒരു 5-5:30 എങ്ങാണ്ട് ആയിട്ടുണ്ടായിരുന്നു. അവൻ്റെ കൂട്ടുകാരൻ വിളിക്കുന്നുണ്ട്, അങ്ങോന്ന് വിളിക്കുന്നുണ്ട്, എല്ലാവരും വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു ഏകദേശം എന്താ പറയുക, എൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ കേട്ടോ ഞാൻ വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏകദേശം നമ്മൾ വീടെത്താനായിട്ടുണ്ട്. നമ്മൾ നേരെ വീട്ടിലേക്കല്ല പോയത്. ആൻറ്റീനെയും പപ്പേനെയും പൗത്രേട്ടനെയും കൂടി വീടിൻ്റെ അവിടെ ഇറക്കിയിട്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ടാണ്, തറവാട്ടിലേക്ക്. എന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്, അവരുടെ വീട്ടിലേക്ക്, ആൻറ്റീൻ്റെ വീട്ടിലേക്കാണ് പോയത്. കുക്ക് വന്നിട്ടുണ്ട്, അവിടെ കയറാണ്ട് ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ ആണ് എപ്പോഴും നമ്മൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. പിന്നെ ഇതാ നമ്മൾ ചാത്തൻകൊട്ടുനട എത്തിയിട്ടുണ്ട്. ഞാൻ പഠിച്ച സ്കൂൾ ഇവിടെയാണ് കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ ചാത്തൻകൊട്ടുനട. ഞാൻ എത്രയോ വർഷം ഇതിലേക്ക് നടന്നാണ് ഞാൻ സ്കൂളിൽ പോക്കും വരുത്തൊക്കെ. പക്ഷെ നമുക്ക് ഇവിടുന്ന് ദൂരക്കുറവാണ് കേട്ടോ. എനിക്കൊന്ന് പപ്പയൊക്കെ പഠിക്കുന്ന കാലത്ത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് നമ്മുടെ മുറ്റത്ത് പ്ലാവ് മുതൽ അവിടം വരെ നടന്നതൊക്കെ പറയുന്നേക്കാം. പിന്നെ ഇത് പട്ടിയാട്ട് പാലം എത്തിയിട്ടുണ്ട്. എല്ലാവരും ചോദിക്കും ഇതെന്താ പട്ടിയാട്ട് പാലം എന്ന് പറയുന്നതെന്ന്. അതെനിക്കും അറിയത്തില്ല. പക്ഷേ ഇവിടെ കുറേ മരണങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പം ഇതാ ഏകദേശം വീടെത്താനായിട്ടുണ്ട്. അങ്ങനെ അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് വേണം നമ്മൾ നേരെ പോകാൻ. ഞാനും കുക്കും പിന്നെ ലച്ചു എല്ലാം കൂടെയാണ് ആൻറ്റീൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തൊക്കെ പോകുന്നത്. പിന്നെ കുഞ്ഞൂസ് വന്നിട്ടുണ്ടായിരുന്നില്ല, കുഞ്ഞൂസ് ഇവിടെ തന്നെയായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മുടെ വീട് ഇവിടെ എത്തിയിട്ടുണ്ട് ഏകദേശം. അങ്ങനെ ആ കാണുന്നത് ആ കാറ് കാണുന്നില്ല, കാറല്ലേ, കാറ് കാണുന്നിടത്ത് ആ വഴി കൂടി അങ്ങോട്ടേക്ക് മുകളിലേക്ക് കയറി പോകുമ്പോഴാണ് നമ്മുടെ വീട്. ആദ്യം താഴേക്കായിരുന്നു കേട്ടോ, ക്വാർട്ടേഴ്സിലായിരുന്നു. പിന്നെ ഇപ്പോൾ ഇതാ ഇവിടെയാണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് അവരെ ഇറക്കി, പപ്പേനെയും പൗത്രേട്ടനെയും ആൻറ്റീനെയും കൂടെ ഇറക്കിയിട്ട് ഞാനും കുക്കും ലച്ചു എല്ലാം കൂടെ ആൻറ്റീൻ്റെ അടുത്തേക്ക് തറവാട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം അവരുടെ വീടിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് കേട്ടോ. ഇതാ മമ്മീൻ്റെ അമ്മേൻ്റെ വീട്. അതുകൊണ്ട് ഞാൻ ഏതൊക്കെയോ 1-2 വീഡിയോയിലൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ അവരെ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക, നമ്മൾ ഇന്ന് താഴേക്ക് ഇവൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ എവിടെ വേണേലും കൊണ്ടുപോയി ഇറക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വണ്ടി അങ്ങനെ താഴേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ നമ്മൾ വീടെത്താനായിട്ടുണ്ട്, ആൻറ്റീൻ്റെ വീടെത്താനായിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ 1-2 പ്രാവശ്യം അല്ലെങ്കിൽ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു, ഈ ഒരു സ്ഥലമൊക്കെ ഞാൻ വീഡിയോ ഇട്ടതിലൊക്കെ. അപ്പോൾ അതാ ലച്ചു ഇതാ ബാക്ക്. പിന്നെ അതെന്ന് പറഞ്ഞാൽ മാളുവിൻ്റെ കൂട്ടുകാരിയായിരുന്നു കേട്ടോ. അത് മാളു പറഞ്ഞു അവർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കട്ടാക്കി കളഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇതാ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പലപ്പോഴും ഈ ഭാഗമൊക്കെ എടുത്തിട്ടുണ്ടാകും. കുക്കു അവിടെ കൊച്ചിനെ നിർത്തിയപ്പോഴേക്കും അവൾ എന്താ പറയുക എൻ്റെ കൂടെ തന്നെ തിരിച്ചു പോന്നു. അങ്ങനെ ഇതാ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കിച്ചു ഇല്ലായിരുന്നു കേട്ടോ. കിച്ചു ഇല്ല, പാപ്പനില്ല. അവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് പോയി, ആൻറ്റിയും അമ്മയും മോനും. പിന്നെ മാളും ഉപ്പ അതാ അവളുടെ കൂട്ടുകാരിനെ കൊണ്ടുവിടാൻ വേണ്ടി, ചിഞ്ചുവിനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്, ചിഞ്ചുവിൻ്റെ ആങ്ങളെ വരുന്നുണ്ട്, അപ്പോൾ അവിടെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ ചെന്ന പാടെ ഞങ്ങൾ കപ്പയും ബീഫും പിന്നെ എന്താ പറയുക കാന്താരി
ചമ്മന്തിയും കൂടെ കഴിച്ചു, ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു. പിന്നെ അല്ലുവിനും ലച്ചുവിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കപ്പയൊക്കെ ഇങ്ങനെ തിന്നാൻ ഭയങ്കര ഇഷ്ടം. കുഞ്ഞൂസ് എന്ന് പറഞ്ഞാൽ മുളകൊക്കെ കൂട്ടി കഴിക്കാനാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പം ഞങ്ങൾ പിന്നെ വേഗം കപ്പയൊക്കെ കഴിക്കുകയാണ്. കപ്പ കഴിച്ചിട്ട് ഇവിടുന്ന് അവരോട് എന്താ കുറച്ച് നേരം ഇരുന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടി. എന്നിട്ടും ഇവിടെ വന്നിട്ടും അവൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട് എത്താനായില്ലേ വരാനായില്ലേ എന്ന്. അവനൊരു അരമണിക്കൂർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ, ഇപ്പോൾ വരാം ഇപ്പോൾ വരാമെന്ന്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും തന്നെ കുറച്ച് ഇരുടായി, 6 മണിയൊക്കെ കഴിഞ്ഞ്, 6-6:15. കുക്കൂൻ്റെ പോട്ടെ, നമ്മുടെ അനിയനെ കാണാനുണ്ടായിരുന്നു, കിച്ചുവിനെ കാണാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇച്ചിരി നേരം കൂടെ നിന്ന് പിന്നെ അവനും നമ്മുടെ കൂടെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നായിരുന്നു കേട്ടോ. നമ്മൾ വണ്ടിക്കും അവന് ബാക്കിൽ അവൻ്റെ കൂട്ടുകാരൻ്റെ എന്താ പറയുക ബൈക്കിനും വരുന്നുണ്ടായിരുന്നു. അവൻ വീട്ടിൽ വന്നിട്ടാണ് പോയത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പം നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.